ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ദുരന്തർ മൂവിയുടെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അത് ദുരന്തർ OTT വെച്ച് കണ്ടിട്ടുണ്ട്, ദുരന്തർ 1. അപ്പം അതിൽ അഭിനയിച്ച മെയിൻ ആൾക്കാർ, മെയിൻ ആക്ടർ ആൻഡ് ആക്ട്രസസ്, അതായത് വില്ലനും നായകനും നായികയും എല്ലാവരും കുറച്ച് പേര്. രൺവീർ സിംഗ്, ഹംസ അലി മസാരി, സഞ്ജയ് ദത്ത്, SP ചൗധരി അസ്ലം അതൊരാളാണ്, SP ചൗധരി അസ്ലം ഒരാളാണ്. മാധവനാണ് അജയ് സന്യാൽ. അതായത് മാധവൻ അഭിനയിച്ചിരിക്കുന്നത് അതന്നെ, അജയ് സന്യാൽ. രാകേഷ് ബേദി, ജമീൽ ജമാലി, സൗമ്യ ടണ്ടൻ, ഉൾഫത്ത് റഹ്മാന്റെ ഭാര്യ, മനോ ഗോഹിൽ, സുശാന്ത് ബൻസൽ, അതൊക്കെ റോ ഏജന്റ് ഇന്ത്യയുടെ സിനിമയിൽ. ആസിഫ് അലി ഹൈദർ ഖാൻ, അതൊരാളാണ്. ബാബു ഡക്കേത്ത്, അത് വില്ലനാണ്. റൊഹള ഗാസി സിയാഹി, അശ്വിൻ ദാർ, അർഷദ് പപ്പു, അതൊരു മെയിൻ വില്ലനാണ്, അർഷദ് പപ്പു. ഇല്ലാതെ അക്ഷയ് ഖന്ന, റഹ്മാൻ ഡക്കേറ്റ് മെയിൻ വില്ലൻ. അർജുൻ രാംപാല്, മേജർ ഇക്ബാൽ, ഇയാൾ അടുത്ത സിനിമയിലുണ്ട്. രണ്ടിലും മെയിൻ വില്ലയാണെന്ന് തോന്നുന്നു. മെയിൻ വില്ലന്മാർ കുറേ പേരുണ്ട്. സാറ അർജുൻ, യലീന ജമാലി, അതായത് ജമീൽ ജമാലിയുടെ മൂടാണ്. ഡാനിഷ് പണ്ടോർ, അതായത് ഉസേർ ബലോച്ച്, ഈ അക്ഷയ് ഖന്നയുടെ അനിയൻ, അതാണ് ഈ സിനിമയിൽ. ഉസേർ ബലോച്ച് അക്ഷയ് ഖന്നയുടെ അനിയനായിട്ട് സിനിമയിൽ. ഗൗരവ് ഗേറ, മുഹമ്മദ് ആലം, എനിക്ക് അന്നോട് ആരാണ്. ബിമൽ ഒബ്രോയ്, ഷിറാനി അഹമ്മദ് ബലോച്ച്. എനിക്കൊരു പാട്ടിൽ തന്നെ ബലോച്ചിസ്ഥാനിലെ ആളിയാണെന്ന് തോന്നുന്നുണ്ട്, പ്രായമുള്ള ആള്. പിന്നെ നവീൻ കൗശിക് ഡോങ്ക, അത് വെടിയുണ്ടാണത്. ഈ അക്ഷയ് ഖന്നയുടെ അനുയായിയാണ് ഇതിൻ്റെ അകത്ത്. പോലീസിൻ്റെ വെടിയുണ്ടാണത്, അത് ഇയാളാന്ന് തോന്നുന്നുണ്ട്, ഡോങ്ക. മുസ്തഫ അഹമ്മദ്, റിസ്വാൻ ഷാ, ഇയാൾ ബോഡികളാണ്. റിസ്വാൻ ഷാ, ഡക്കേത്ത് റഹ്മാന്റെ. ഗീതിക ഗഞ്ചു, ശബനം, എനിക്ക് അറിഞ്ഞൂടാ ആരാണ്. അതായത് ഈ ദുരന്തർ എന്ന് പറഞ്ഞ ഒരു അടിപൊളി സ്പൈ ഫിലിമാണ്. ഒരു ഇന്ത്യൻ സ്പൈ പാകിസ്ഥാനിലോട്ട് പോകുന്നു, അവിടുത്തെ കുറേ വില്ലന്മാരെയൊക്കെ വെടിവെച്ച് വീഴ്ത്തുന്നു. ഇത് അയക്കുന്നത്, ഈ ഇന്ത്യൻ സ്പൈ അയച്ചേക്കണത് മാധവനാണ്, അതായത് അജയ് സന്യ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ ഈ സിനിമയുടെ തുടക്കത്തിലൊരു പ്ലെയിൻ ഹൈജാക്കിയുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് തീവ്രവാദികൾ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് പാർട്ട് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്ത് പറ്റിയെന്നാണ് അറിയാൻ പറ്റും. ഫസ്റ്റ് പാർട്ട് അവരെ കാണിക്കണില്ല. പിന്നെ ഒരു നല്ല സ്പൈ പടമാണ്, എല്ലാവരും കാണണം. ചെറിയ പിള്ളേരെ കൊണ്ട് ഒറ്റയ്ക്ക് കാണാൻ സമ്മതിക്കരുത്, കാരണം ഇത്തിരി വയലൻസ് ഒക്കെ ഉള്ള പടമാണ്. തലകല്ല് പൊളിക്കുന്ന സീനൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് ഇത്തിരി കണ്ടാൽ പേടിയോ. അതും മറ്റേ വെയിറ്റ് നോക്കണം സ്ഥലം, അത് വെച്ചാണ് ഒരുത്തരം തലകല്ല് പൊളിക്കുന്നതിൻ്റെ അകത്ത്, പാകിസ്ഥാനിൽ വെച്ച്. പാകിസ്ഥാൻ ഇത് മെയിനായിട്ടും ലായരി എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറേ ഗുണ്ടകളെ. അത് മാത്രമല്ല, ഈ കള്ളനോട്ട് കുറേ സാധനങ്ങളുണ്ട്. പാകിസ്ഥാനിൽ നടക്കുന്ന തെണ്ടിത്തരങ്ങൾ മൊത്തം, അതായത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ തിരിയരുത്, ആ രീതിയിലുള്ള ഇതാണ് നടക്കണം അതിൻ്റെ അകത്ത്. അതിപ്പോൾ കള്ളനോട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ തന്നെ അതിൻ്റെ ഒരു കോപ്പി ഇന്ത്യക്ക് അയച്ചു കൊടുക്കുക, അതായത് അവരെങ്ങനെ പ്രിന്റ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി. എന്നിട്ട് അതനുസരിച്ച് ഇന്ത്യയിൽ വരും മോഡിഫിക്കേഷൻ വരുത്തുക, അങ്ങനെയൊക്കെ. ഇതിൽ നായകൻ രൺവീർ സിംഗ് ആണ്, അത്യാവശ്യം നേടാൻ അഭിനയിച്ചിട്ടുണ്ട്. വില്ലൻ ഫസ്റ്റിൽ അക്ഷയ് ഖന്ന ഉണ്ട്, അർജുൻ രാംപാൽ. ഇതിൽ അക്ഷയ് ഖന്നെ ഫസ്റ്റിൽ മാത്രമേ ഉള്ളൂ. ഈ അർജുൻ രാംപാൽ രണ്ടിലുണ്ട് വില്ലനായിട്ട്. അപ്പോൾ ഒരു നല്ല പടമാണ്. നായികക്ക് വലിയ പ്രാധാന്യമില്ല സിനിമയിൽ, മെയിനായിട്ടും രൺവീർ സിംഗ് ആണ്. പക്ഷേ ഈ ദുരന്തർ 2 കാണുമ്പോൾ മനസ്സിലാവും ഈ രൺവീർ സിംഗ് അല്ല മെയിൻ ദുരന്തർ. അത് ഇപ്പം പറയാനുള്ള എന്താ വെച്ചാൽ, ദുരന്തർ 2 OTT അപ്പം പറയാം. കാരണം ഭയങ്കര ഒരു ട്വിസ്റ്റാണ് ദുരന്തർ 2 എന്നേക്കുന്നത്. അതായത് ഈവൻ ഹംസ എന്ന് പറഞ്ഞ റോളാണ് രൺവീർ സിംഗ്. നമ്മൾ ദുരന്തർ 1 കണ്ടപ്പോൾ ഇവൻ വലിയ ആളാന്ന് വിചാരിച്ച്. പക്ഷേ ശരിക്കും വേറെ ആൾ സപ്പോർട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഫസ്റ്റിൽ പിടിക്കാഞ്ഞത്, ഇന്ത്യൻ സ്പൈ എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരാളുണ്ട് ദുരന്തറിൽ, അത് ഫസ്റ്റിലുണ്ട്. അത് സെക്കൻഡ് OTT റിലീസ് ചെയ്തിട്ട് ഞാൻ പറയാം ആരാണെന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു സ്പൈ പടമാണ്. പക്ഷെ അത്യാവശ്യം വൈലൻസ് ഒക്കെ ഉള്ളതാണ്.
പിള്ളേരെ അത് ഒറ്റയ്ക്ക് ഇത് കാണിക്കരുത്. അപ്പം ഇത്ര ഉള്ളു ഫ്രണ്ട്സ്. ഓക്കെ, ഇതൊരു നല്ല പടമാണ്. പാട്ടൊക്കെ നല്ല അടിപൊളി പാട്ടാണ് അതിൻ്റെ അകത്ത്. ഇതിപ്പോൾ ആരി 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 തെരിമരിക്ക് ചിന്തടി, ആ പാട്ടൊക്കെ അടിപൊളി പാട്ടുകളാണ്. പിന്നെ തമ്മ തമ്മ തേതേ തമ്മ തമ്മ, ആ പാട്ട് അടിപൊളി. എനിക്ക് 2 പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെയുണ്ട് കുറേ പാട്ടുകൾ നല്ലതിൻ്റെ അകത്ത്. ആ പാട്ട് നല്ല അടിപൊളി പടമാണ്. അപ്പം ഇത്ര ഉള്ളൂ ഫ്രണ്ട്സ് ദുരന്തറിനെ പറ്റിയുള്ള എൻ്റെ റിവ്യൂ. ഡയറക്ടർ ആദിത്യ ധർ. ഇതിൻ്റെ ഡയറക്ടർ ആദിത്യ ധർ, റൈറ്റേഴ്സ് ആദിത്യ ധർ ഉണ്ട്, ഓജസ് ഗൗതം ഉണ്ട്, ശിവകുമാർ വി പണിക്കർ. ശിവകുമാർ വി പണിക്കർ ഒരാൾ തന്നെയാണ് തോന്നുന്നു. പിന്നെ ഇത്രയുള്ള ഒരു പടം കണ്ടിരിക്കാനുള്ള പടമാണ്. പക്ഷെ നല്ലൊരു ട്വിസ്റ്റ് ദുരന്തർ 2 വരുന്നുണ്ട്. ഈ ഹംസ അല്ല മെയിനായിട്ടുള്ള ദുരന്തർ എന്നുള്ളത് 2 വളരെ മനസ്സിലാവും. അങ്ങനെ ഒരാൾ ദുരന്തർ വന്നിട്ടുണ്ട്. അത് പറ്റുവാണെങ്കിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് കമൻറ്റ് ഇട്ടാരാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഫ്രണ്ട്സ്, ബൈ.